തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയയ്ക്കിടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ സുമയ്യ തുടർ ചികിത്സയ്ക്ക് വേണ്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി. ഗൈഡ് വയർ പുറത്തെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയില്ലെന്ന് സുമയ്യ പറഞ്ഞു. എങ്കിലും സ്കാനിങ്ങിന് വിധേയമാകും. സ്കാനിങ്ങിന് ശേഷം ഗൈഡ് വയർ പുറത്തെടുക്കാൻ കഴിയുമോ എന്ന് ശനിയാഴ്ച അറിയാൻ കഴിയുമെന്ന് സുമയ്യ പറഞ്ഞു. ഗൈഡ് വയർ പുറത്തെടുത്തില്ലെങ്കിൽ അർഹമായ നഷ്ടപരിഹാരവും സർക്കാർ ജോലി നൽകണമെന്ന സുമയ്യയുടെ ബന്ധു സബീർ ആവശ്യപ്പെട്ടു. എടുക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് മാത്രമാണ് ഇത്. സർജറിയുടെ ഭാഗമായിട്ടൊന്ന് എടുക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ഇത് അനക്കമുണ്ടെങ്കിൽ അത് കീഹോൾ വഴി സർജറി എടുക്കാം. അനക്കം ഇല്ലെങ്കിൽ ഇത് അവിടെ വെച്ച് ഉപേക്ഷിക്കുക എന്നാണ് പറഞ്ഞത്. നിലവിൽ സർക്കാർ ജോലി ആയി ബന്ധപ്പെട്ട് പല ടെസ്റ്റുകൾ എഴുതിയതാണ്. അപ്പം ഇനി ഒരു ടെസ്റ്റ് എഴുതാനുള്ള മാനസിക ഒരു നിലയില്ല. അതുകൊണ്ട് സർക്കാർ ജോലി കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ആദ്യമായിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ നഷ്ടപരിഹാരം. ഇപ്പോൾ കോമ്പൻസേഷൻ നഷ്ടപരിഹാരം കിട്ടേണ്ടത്. കാരണം ഇനി ഇത് എടുക്കാൻ പറ്റില്ലെന്നുള്ളൊരു ഉറപ്പ് വന്നാൽ തീർച്ചയായിട്ടും സുമയ്യക്ക് നഷ്ടപരിഹാരവും സർക്കാർ ജോലിയും കൊടുക്കേണ്ടതുണ്ട്. ഇത് പുറത്തെടുക്കാനാകുമോ എന്ന പരിശ്രമത്തിലാണ്. സ്കാനിങ്ങിന് വേണ്ടി മെഡിക്കൽ കോളേജിൽ എത്തിയിരിക്കുകയാണ്. ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയക്കിടെയായിരുന്നു ഗൈഡ് വയർ കുടുങ്ങിയത്. ഷിജോ കുര്യൻ വിവരണം വായിച്ചിരുന്നു. ഷിജോ, ഈ വയർ പുറത്തെടുക്കാൻ കഴിയുമെന്നാണോ ഡോക്ടർമാരുടെ പ്രതീക്ഷ? അജിംസ, നിലവിൽ സുമയ്യയുടെ നെഞ്ചിൽ കുടുങ്ങിയ ഗൈഡ് വയർ പുറത്തെടുക്കാൻ കഴിയില്ല എന്നുള്ളൊരു വിലയിരുത്തൽ കഴിഞ്ഞ ആഴ്ച ചേർന്ന മെഡിക്കൽ ബോർഡ് വിദഗ്ധ സംഘത്തിന്റെ ഒരു തീരുമാനത്തിലും അതുപോലെ മെഡിക്കൽ ബോർഡിലും ഒരു തീരുമാനം ഉണ്ടായതാണ്. കാരണം ഗൈഡ് വയർ പുറത്തെടുത്താൽ അത് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കും. അത് ഒരു ലൈഫ് ത്രെട്ടിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് മെഡിക്കൽ ബോർഡ് യോഗം വിലയിരുത്തിയതാണ്. അക്കാര്യം സുമയ്യനെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ സുമയ്യ പറയുന്നത് ഗൈഡ് വയർ പുറത്തെടുത്തേ മതിയാവുകയുള്ളൂ എന്നുള്ളൊരു നിലപാടാണ് സുമയ്യ സ്വീകരിച്ചിരുന്നത്. അതേ തുടർന്നാണ് ഈ ഗൈഡ് വയർ പുറത്തെടുക്കാനുള്ള സാധ്യതയെക്കുറിച്ച് പരിശോധിക്കാൻ വേണ്ടിയിട്ട് സുമയ്യയോട് ഇന്നിപ്പോൾ മെഡിക്കൽ കോളേജിൽ എത്താൻ പറഞ്ഞത്. സുമയ്യ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ സുമയ്യ സ്കാനിങ്ങിന് വിധേയമാകും. ഈ സ്കാനിങ്ങിനകത്ത് സുമയ്യയുടെ നെഞ്ചിൽ കുടുങ്ങിയ ഗൈഡ് വയറിന് എന്തെങ്കിലും തരത്തിലുള്ള അനക്കമുണ്ടെങ്കിൽ മാത്രമേ കീഹോൾ ശസ്ത്രക്രിയയിലൂടെ ആ ഗൈഡ് വയർ പുറത്തെടുക്കാൻ കഴിയുകയുള്ളൂ. ഗൈഡ് വയർ അനങ്ങുന്നില്ല എങ്കിൽ ആ ഗൈഡ് വയർ നെഞ്ചിൽ തന്നെ ഇരിക്കേണ്ടി വരും. അത് പുറത്തേക്ക് എടുക്കാൻ കഴിയില്ല. കാരണം അത് മറ്റ് നെഞ്ചിനകത്ത് തന്നെയുള്ള മറ്റ് വളർച്ചയുടെ ഭാഗമായിട്ട് ഗൈഡ് വയർ അതിനകത്ത് തന്നെ ഇരിക്കുകയാണ്. അത് മറ്റ് ഈ കീഹോൾ അല്ലാതെ പുറത്തെടുക്കുക എന്ന് പറയുന്നത് പ്രയാസകരമാണ്. എന്തായാലും ഇന്നത്തെ സ്കാനിങ്ങിന് ശേഷം ശനിയാഴ്ച വരെ കാത്തിരിക്കേണ്ടി വരും. അതിനുശേഷമായിരിക്കും ഇത് സംബന്ധിച്ചുകൊണ്ട് എടുക്കാൻ കഴിയുമോ ഇല്ലയോ എന്നൊരു കാര്യത്തിനകത്ത് സുമയ്യനെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയുകയുള്ളൂ. സുമയ്യ അല്പസമയം മുമ്പ് മാധ്യമങ്ങൾ സംസാരിച്ചപ്പോൾ സുമയ്യ പറഞ്ഞ കാര്യമുണ്ട്. ഇതെടുക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയൊന്നും തനിക്കില്ല. എന്നാൽ പോലും വന്ന് ഡോക്ടർമാരെ കാണുകയാണ്, പരിശോധനയ്ക്ക് വിധേയമാകുകയാണെന്ന് മാത്രമാണ് സുമയ്യ പറഞ്ഞത്. ഒരു പ്രതീക്ഷയോടുകൂടി വരുന്നു. പക്ഷെ അപ്പോഴും ഇതെടുക്കാൻ കഴിയുമെന്ന് താൻ പോലും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ള ഒരു പ്രതികരണം കൂടി സുമയ്യ നടത്തിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് സുമയ്യയുടെ ബന്ധുവിൻ്റെ പ്രതികരണം എന്ന് പറയുന്നത് ഗൈഡ് വയർ പുറത്തെടുത്തില്ല എങ്കിൽ അർഹമായിട്ടുള്ള നഷ്ടപരിഹാരവും അതുപോലെ തന്നെ സുമയ്യയ്ക്ക് സർക്കാർ ജോലിയും നൽകണം എന്നുള്ള കാര്യമാണ് സുമയ്യയുടെ ബന്ധു ആവശ്യപ്പെട്ടത്. അങ്ങനെ കിട്ടിയില്ല എങ്കിൽ വലിയ സമരത്തിലേക്ക് പോകുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി സുമയ്യയുടെ ബന്ധുക്കൾ പറയുകയും ചെയ്യുന്നുണ്ട്. അജിംസ്. ശരി.